സെക്സ്, ജെൻഡർ, അബോർഷൻ, കോൺട്രസെപ്റ്റീവ്സ്, ലിവിങ് ടുഗെദർ. ഒരു ശരാശരി യുവതി യുവാവ് അനുദിനം കേട്ടുകൊണ്ടിരിക്കുന്ന, ചർച്ച ചെയ്യുന്ന ചില വിഷയങ്ങളുടെ ഒരു ഭാഗം മാത്രമാണിത്. നാം അറിയാതെ നമ്മിൽ നിന്നും വഴുതി പോകുന്ന ചില മൂല്യങ്ങളുടെയും ഒളിഞ്ഞും തെളിഞ്ഞും നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്ന ചില നൂതന ആശയങ്ങളുടെയും ബാക്കി പത്രം. ഈ വിധ ചിന്താധാരകളെ പ്രോത്സാഹിപ്പിക്കുകയും പ്രോഗ്രസീവ്, മോഡേൺ, ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് ഇവയെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ ശക്തികൾ നമ്മുടെ യുവജനങ്ങളുടെ ഇടയിൽ പിടിമുറുക്കുമ്പോൾ തങ്ങൾ ആരെന്നും തങ്ങൾ എന്തിനു ജീവിക്കുന്നെന്നും ജീവിതത്തിന്റെ ലക്ഷ്യം എന്തെന്നും സ്നേഹം എന്തെന്നും ഒക്കെയുള്ള വിഷയങ്ങളെ കുറിച്ച് അവർക്ക് സംശയമുണ്ടാവുക സ്വാഭാവികം മാത്രമാണ്. എന്താണ് നമ്മുടെ യുവതി യുവാക്കളെ കണ്ടു വളരുന്നത്? പിറന്നു വീണ ഉടനെ കുഞ്ഞിനെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തുന്ന അമ്മമാരെ, സ്നേഹിച്ച പുരുഷനുമായി ഒരുമിച്ച് ജീവിക്കുവാൻ വേണ്ടി വിവാഹം ചെയ്ത ഭാര്യയെ ഉപേക്ഷിക്കുന്ന നായകനെയും സിനിമയെയും ഉയർത്തിപ്പിടിക്കുന്ന സർക്കാരിനെ, സ്ത്രീകളെ ഇഞ്ചിഞ്ചായി ഇല്ലായ്മ ചെയ്യുന്ന പുരുഷന്മാരെ, കരിയർ ഗ്രോത്തിന് വേണ്ടി ഗർഭസ്ഥ ശിശുവിനെ ഇല്ലായ്മ ചെയ്യുന്ന നായികമാരെ നെഞ്ചേറ്റുന്ന സമൂഹത്തെ, ഇല്ല ഇവർക്ക് സംശയങ്ങൾ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇത്തരം സംശയങ്ങൾക്ക് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിന്റെയും സഭാപിതാക്കന്മാരുടെയും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പഠനങ്ങളുടെയും വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ആധികാരികമായ ഉത്തരങ്ങൾ തരുവാൻ വേണ്ടി ശ്രീ ബാബു ജോൺ സാർ നമ്മോടൊപ്പമുണ്ട്. വെൽക്കം സർ. താങ്ക് യു അങ്കിത. സർ US-ലെ TOB ഫോർ ലൈഫ് എന്നൊരു മിനിസ്ട്രിയുടെ ഫൗണ്ടറും പ്രസിഡന്റുമാണ്. 10 വർഷത്തിന് മേലെയായി US-ലും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ശരീരത്തിന്റെ ദൈവശാസ്ത്രത്തെക്കുറിച്ച് കോൺഫറൻസുകളും റിട്രീറ്റുകളും നടത്തുന്ന വ്യക്തിയാണ്. ശരീരത്തിന്റെ ദൈവശാസ്ത്രത്തെക്കുറിച്ച് ആധികാരികമായി നമ്മെ പഠിപ്പിക്കുവാനും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം തരുവാനും നമ്മോടൊപ്പം എത്തിയിരിക്കുകയാണ്. തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ സാർ നമ്മോടൊപ്പം ഉണ്ടാകും. വലിയൊരു അനുഗ്രഹം തന്നെയാണ് നമുക്ക് സാറിന് ലഭിച്ചിരിക്കുന്നത്. സർ, thank you so much once again sir for coming. Sure, it is a blessing Ankita. Good. സർ, നമ്മൾ ഇപ്പൊ പറഞ്ഞല്ലോ നമ്മുടെ യുവാക്കൾക്ക് ഒരുപാട് വിഷയങ്ങളിൽ ഒരുപാട് കാര്യങ്ങളിൽ സംശയങ്ങളുണ്ട്. ഈ സംശയങ്ങൾ, അവരുടെ ചിന്തകൾ എന്താണ്, അവരുടെ പെർസ്പെക്റ്റീവ് എന്താണെന്ന് അറിയാൻ നമ്മൾ ക്യാമ്പസുകളിലേക്ക് ഒന്ന് പോയി. അപ്പൊ നമുക്ക് ആദ്യം അവരുടെ ഒരു ജനറൽ ആയിട്ടുള്ള അവരുടെ ഒരു പെർസ്പെക്റ്റീവ് എന്താണ്, അവരുടെ അഭിപ്രായങ്ങളും നിലപാടുകളും എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം, അല്ലേ സർ? തീർച്ചയായും. ആണും പെണ്ണും തമ്മിൽ ശരിക്കും എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ബേസിക്കലി നമ്മളെല്ലാവരും മനുഷ്യരാണ്. പക്ഷെ ഈ സ്ത്രീ പുരുഷൻ എന്ന് പറഞ്ഞിട്ട് ഫിസിക്കലി മെന്റലി ഒക്കെ ഡിഫറെന്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ മെന്റലി ഒരു ഡിഫറൻസ് നമ്മുടെ സൊസൈറ്റിയാണ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നണേ. ഈ വിവാഹത്തിന് മുമ്പുള്ള ഫിസിക്കൽ റിലേഷൻസ്, ശാരീരിക ബന്ധം ശരിയാണോ തെറ്റാണോ? നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ച് അത് തെറ്റാണ്. വിവാഹത്തിന് മുമ്പുള്ള സെക്സിനെ നമുക്ക് പൂർണ്ണമായിട്ട് എതിർക്കാൻ പറ്റത്തില്ല. അത് അവനവന്റെ ഒപ്പീനിയൻ ആണ്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ സെക്സ് അങ്ങനെ വലിയ തെറ്റാണെന്ന് പറയാൻ പറ്റുകയില്ല. ഇപ്പോൾ ലിവിങ് ടുഗദർ എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാനിപ്പോഴും ലവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. മാസ്റ്റർബേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും തെറ്റായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതൊരു ഒരു നെഗറ്റീവ് വേയിൽ എനിക്ക് തോന്നിയിട്ടില്ല. എന്നാ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു റിലീഫ് ആണെന്നാണ് പൊതുവെ എല്ലാ ആൾക്കാർ പറയുന്നത്. എന്റെ സെക്ഷൽ ഡ്രൈവ് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നു. അത് മാസ്റ്റർബേറ്റ് ചെയ്യുന്നെങ്കിൽ വേറെ ആരെയും ഞാൻ ഉപദ്രവിക്കുന്നില്ല. അവിടെ സറോഗസി നല്ലതോ ചീത്തയോ? എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ നല്ലതല്ല. സാധാ അമ്മമാരൊക്കെ പറയുന്ന പോലെ ആ ഒരു ഫീൽ അവർക്ക് കിട്ടില്ലല്ലോ. എനിക്കത് ഒരു കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല. അബോർഷൻ എന്ന് പറയുന്നത് ഒരു ശരിയാണോ തെറ്റാണോ? അബോർഷൻ എന്ന് പറയുന്നതിൽ ഒരു ശരിയെന്നോ തെറ്റെന്നോ ഞാൻ പറയുന്നില്ല. പിന്നെ പേഴ്സണലി എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ അബോർഷൻ എന്നൊരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. തെറ്റാണ്. ഇപ്പൊ ആക്സിഡന്റൽ പ്രഗ്നൻസിയിലൊക്കെ നമ്മൾ പ്രിപ്പയർഡ് അല്ലാതെ ഭാവ ഉണ്ടായി കഴിഞ്ഞാലും പിന്നീട് അതൊരു ട്രോമയായിരിക്കും. നമുക്കതിനെ വളർത്തി അതിനെ കൊണ്ടു നടക്കാൻ പറ്റൂ എന്നുള്ളതിലൊരു കാര്യം. പിന്നെ അവരുടെ ഹെൽത്ത് കണ്ടീഷനൊക്കെ വെച്ചിരിക്കും. അബോർഷൻ തെറ്റല്ല, ലീഗലൈസ്ഡ് ആണ് നമുക്ക് അബോർഷൻ. സർ, ഇത് കണ്ടല്ലോ, നമ്മുടെ ഒരുപാട് ചോദ്യങ്ങൾ ഇവരുടെയൊക്കെ മനസ്സിലുണ്ട്. പലപ്പോഴും അവർക്ക് ഇതൊരു ചോദിക്കാനുള്ള അവന്യൂ ഒന്നും അവർക്കില്ല. അപ്പൊ ഇത് ശരിക്കും ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ സർ, TOBയുടെ അല്ലെങ്കിൽ തിയോളജി ഓഫ് ദ ബോഡിയുടെ ഒരു റിസോഴ്സ് പേഴ്സൺ ആണ്, ഒരു വെൽ നോൺ റിസോഴ്സ് പേഴ്സൺ ആണ്. പക്ഷെ എന്താണ് സർ തിയോളജി ഓഫ് ദ ബോഡി? ശരീരത്തിന് ഒരു ദൈവശാസ്ത്രം ഉണ്ടെന്നൊക്കെ പറയുന്നത് അത്ര പാലറ്റബിൾ ആയി നമുക്ക് അറിയില്ലാത്തൊരു കാര്യമാണല്ലോ. അപ്പൊ സർ അതൊന്ന് ബ്രീഫ് ചെയ്തു തരുമോ? തീർച്ചയായിട്ടും. ആദ്യമേ തന്നെ ഞാൻ ഈ വീഡിയോയുടെ വെളിച്ചത്തില് ഈ വീഡിയോയില് അവര് ചോദിച്ച ചോദ്യങ്ങളൊന്നും വളരെ നിസ്സാര ചോദ്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാല് ഞാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യൂത്തുമായിട്ട് എൻകൗണ്ടർ ചെയ്യുമ്പോൾ വലിയ വലിയ ചോദ്യങ്ങൾ, അവർക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ഒരുപക്ഷെ അവരുടെ ഒരു നിസ്സഹായ അവസ്ഥയാണത്.
ഒരിക്കലും ഞാൻ അവരെ കുറ്റം പറയത്തില്ല ആ ചോദ്യങ്ങൾക്ക്. ഇറ്റ് ഈസ് ഒരു വലിയൊരു നിസ്സഹായ അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. കാരണം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ ലാംഗ്വേജിൽ തന്നെ പറയുകയാണെങ്കിൽ ഇതൊരു മരണ സംസ്കാരമാണ് നമ്മൾ ജീവിക്കുന്നത്, എ കൾച്ചർ ഓഫ് ഡെത്ത്. ഒന്നിനെയും, അതായത് മനുഷ്യ വ്യക്തിയെയും മനുഷ്യജീവനെയും ഒരു നിസാര വസ്തുവിനേക്കാളും വില കുറഞ്ഞ് കാണുന്ന ഒരു യൂട്ടിലിറ്റേറിയൻ കൾച്ചറിന്റെ ഭാഗമായിട്ട് ആണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംസ്കാരത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ചോദ്യങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. അപ്പൊ ഈ യുവജനങ്ങൾ, അല്ലെങ്കിൽ ഇവരെ പോലുള്ള അനേക യുവജനങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അവർക്ക് വേണ്ടതായ ഉത്തരം കിട്ടാത്തത് കൊണ്ട് അവർ ഉത്തരം തേടി പോകുന്നത് എവിടെയാണ്? സോഷ്യൽ മീഡിയയിൽ. അവർ സോഷ്യൽ മീഡിയയുടെ ഇൻഡോക്ട്രിനേഷന്റെ ക്ലൈമാക്സിലാണ് ഈ കാലഘട്ടം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നാച്ചുറലായിട്ടുള്ള ഈ ചോദ്യങ്ങൾക്ക് നമ്മൾ ഒരു ആധികാരികതയിൽ നിന്നുകൊണ്ട്, എന്ന് പറഞ്ഞാൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ഫെയ്ത്ത് ആൻഡ് റീസൺ, അത് വെച്ചുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ, ദ വൈസ് ഓഫ് വാട്ട്, അതിന് നമുക്ക് സഹായകരമായിട്ടുള്ള വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ ഒരു പഠനമാണ് ഈ തിയോളജി ഓഫ് ദ ബോഡി, അല്ലെങ്കിൽ ശരീരത്തിന്റെ ദൈവശാസ്ത്രമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോഴിത് 5 വർഷക്കാലം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എല്ലാ പൊതുദർശന വേളയിലും, എല്ലാ ബുധനാഴ്ചയിലും സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലുള്ള പൊതുദർശന വേളയിൽ അദ്ദേഹം ലോകത്തെ പഠിപ്പിച്ചു. അദ്ദേഹം മാർപ്പാപ്പ അതിനുശേഷം ആദ്യം കൊടുക്കുന്ന ഒരു നീണ്ട ടോപ്പിക്ക് പൊതുദർശന വേളയിൽ ഈ ശരീരത്തിന്റെ ദൈവശാസ്ത്രമായിരുന്നു. അത് 5 വർഷക്കാലം 1979 മുതൽ 1984 വരെ കണ്ടിന്യൂസ് ആയിട്ട്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന് വെടിയേറ്റു, അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ പരിശ്രമിച്ചു, അവിടെ ഒരു ചെറിയ ബ്രേക്ക് വന്നു. എന്നാൽ വീണ്ടും അദ്ദേഹം അത് കണ്ടിന്യൂ ചെയ്ത് ഈ ലോകത്തെ മുഴുവനും ഗ്രസിച്ചിരിക്കുന്ന മരണ സംസ്കാരത്തിന്റെ, സെക്ഷൽ റെവല്യൂഷന്റെ ഒരു ആന്റി ഡോട്ടായിട്ട് ഈ തിയോളജി ഓഫ് ദ ബോഡി അദ്ദേഹം ലോകത്തിന് സമ്മാനിച്ചു. അത് പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ഈ പൊതുദർശന വേളയിൽ ഇത് പറഞ്ഞു? കാരണം അദ്ദേഹത്തിന്റെ ബയോഗ്രഫർ പറയുന്നത് ഇത് ഒരു കത്തോലിക്ക സഭയുടെയോ ഒരു വ്യക്തിയുടെയോ പ്രശ്നമല്ല. ഇന്ന് മനുഷ്യനായിരിക്കുന്ന എല്ലാ വ്യക്തിക്കും അവന്റെ ശരീരത്തെക്കുറിച്ച്, അവന്റെ സെക്ഷുവാലിറ്റിയെക്കുറിച്ച്, വിവാഹ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് ലഭിച്ചെങ്കിൽ മാത്രമേ ലോകത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആന്റി ഡോട്ടായിട്ട് 40-45 വർഷം മുമ്പ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമുക്ക് നൽകിയത് പരിശുദ്ധാത്മാവിന്റെ കൃപയാണ്. അദ്ദേഹം പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഇത് നമുക്ക് ലോകത്തിന് നൽകിയതാണ്. അത് ഇന്നത്തെ നമ്മുടെ ഈ കാലഘട്ടത്തിന്, ഇപ്പം അങ്കിത പറഞ്ഞതുപോലെയുള്ള നിരവധി ചോദ്യങ്ങൾക്ക് കറക്റ്റ് ഉത്തരം, ഒരു റീസണബിൾ ഉത്തരം നമുക്ക് തരുന്നുണ്ട്. അതാണ് ശരീരത്തിന്റെ ദൈവശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേക പവർ. ഞാൻ ഈ തിയോളജി ഓഫ് ദ ബോഡി ഇത് വളരെ വ്യക്തമായിട്ട് എല്ലാ കാറ്റഗറിയിലുള്ള ആളുകൾക്കും കോൺഫറൻസസ്, അല്ലെ ക്ലാസ്സുകൾ, റെഗുലർ ക്ലാസ്സുകൾ, റിട്രീറ്റുകൾ, അത് യുവജനങ്ങൾക്ക് മാത്രമല്ല, മാതാപിതാക്കൾക്ക്, വിവാഹിതര് ആയവർക്ക്, വിവാഹം കഴിക്കാൻ പോകുന്നവർക്ക്, യുവതി യുവാക്കൾക്ക്, അതുപോലെ തന്നെ റിലീജിയസ് അച്ഛന്മാർക്ക്, സിസ്റ്റേഴ്സിന്, റിലീജിയസ് ഫോർമേഷൻ ഹൗസുകളെ, സെമിനാരികളെ, ഇവിടെ എല്ലാം നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരേ ഒരു ചിന്ത ഞാൻ കാണുന്നത്, അയ്യോ ഞങ്ങളിത് അറിയാൻ വൈകിപ്പോയല്ലോ എന്നാണ്. കാരണം നമുക്ക് വലിയ അമൂല്യ നിധി പരിശുദ്ധാത്മാവ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായിലൂടെ നൽകി. അത് നമ്മളെ പലപ്പോഴും ഇന്ന് ലോകത്തില് ഈ ലോകത്തിന്റെ പലതരത്തിലുള്ള ആകുലതകളും ബന്ധപ്പാടുകളിലും ആ സംസ്കാരത്തിന്റെ ഭാഗമായി നമ്മൾ മാറിയത് കൊണ്ട് ഇതിനെ നമ്മൾ പുറന്തള്ളി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഇത് ഒരു ലൈഫ് ട്രാൻസ്ഫോമിങ് എഫക്റ്റ് നമുക്ക് കിട്ടും. അനേക ആയിരങ്ങളുടെ ജീവിതത്തെ ഇത് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത് ഇതൊരു ടോട്ടൽ ചേഞ്ച് ആണ്.
കാരണം ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫർമേഷൻ ഓഫ് ദ ലൈഫ്, നമ്മുടെ ആറ്റിറ്റ്യൂഡുകളിലാണ് മാറ്റങ്ങൾ വരുന്നത്. അപ്പം നമ്മുടെ വിശ്വാസത്തെയും നമ്മൾ ആരാണെന്നും നമ്മൾ എങ്ങോട്ടാ പോകുന്നെന്നും ഈ ചോദ്യങ്ങളെല്ലാം അതും അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തെയും ഈ ലോകത്തെ തന്നെയും ഒരു സാക്രമെന്റൽ ലെൻസിലൂടെ കാണാനുള്ള ഒരു ഉപകരണമാണ്, ഒരു ടൂളാണ് ശരീരത്തിന്റെ ദൈവശാസ്ത്രം എന്ന് നമുക്ക് പറയാൻ പറ്റും. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതായത് അദ്ദേഹം പറഞ്ഞു, മനുഷ്യന്റെ ശരീരം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ശരീരവും സെക്ഷുവാലിറ്റിയും ഇത് ഇന്നത്തെ കാലഘട്ടത്തില് രണ്ടിനെയും രണ്ടായിട്ട് കാണുന്ന ഒരു പ്രവണതയുണ്ട്. നമ്മുടെ ശരീരമെന്ന് പറയുന്നത് ഒരു കൂദാശയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മർമ്മപ്രധാനമായിട്ടുള്ള പോയിന്റ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. സാറ്, ഞാൻ കാത്തലിക് ആണ്. നമുക്ക് 7 കൂദാശകളുണ്ടെന്ന് കുഞ്ഞുനാള് തൊട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ശരീരം എന്ന് പറയുന്നത് ആ 7 വന്ന് പെടുന്ന ഒരു കാര്യമല്ല. എന്താണ് ശരീരം കൂദാശയാണെന്ന് പറയുമ്പോൾ? ശരീരം കൂദാശയെന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ കത്തോലിക്ക സഭയിൽ 7 കൂദാശകളുണ്ട്. അതിൽ ഒരു കൂദാശയായിട്ടല്ല വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ശരീരത്തെ ഉൾപ്പെടുത്തിയത്. അപ്പൊ ഈ കൂദാശയെന്ന് നമ്മൾ പറയുന്നത് എന്താ? കുട്ടിക്കാലത്ത് പഠിച്ച ഒരു ഓർമ്മ വെച്ച് പറയുകയാണെങ്കിൽ, അദൃശ്യമായ ദൈവിക പ്രസാദവരം നമുക്ക് നൽകുകയും ഈശോമിശിയെ സ്ഥാപിക്കുകയും ചെയ്തതായ ദൃശ്യമായ അടയാളങ്ങളാണ് കൂദാശകൾ എന്നൊക്കെ പറയാറുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള ഡെഫിനേഷൻ ആണ്. അതിനെ ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, അദൃശ്യമായതിനെ ദൃശ്യമാക്കുന്ന ബാഹ്യമായ അടയാളം. അതാ നമ്മൾ ഈ പറഞ്ഞതിന്റെ ചുരുക്കം അതാണ്. അദൃശ്യമായ എന്തോ ദൈവിക മിസ്റ്ററിയെ ദൃശ്യമാക്കുന്ന ഒരു ബാഹ്യമായ അടയാളം. നമ്മുടെ ശരീരം ഈ അർത്ഥത്തിലാണ് ഒരു കൂദാശ എന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത്. അപ്പോഴേ അദൃശ്യമായ എന്തോ വലിയ രഹസ്യം നമ്മുടെ ശരീരത്തിൽ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇതിലൂടെ അൺഫോൾഡ് ചെയ്യുന്നത്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ രഹസ്യം നമ്മുടെ ശരീരത്തിൽ സ്റ്റാമ്പ് ചെയ്തിട്ടാണ് ദൈവം ആണായിട്ട് പെണ്ണായിട്ട് നമ്മളെ ഈ ലോകത്തിൽ സൃഷ്ടിച്ചത്. സർ, നമ്മൾ ശരീരം കാണുന്നതല്ലേ സർ, എന്താണ് ഈ ദൈവത്തിന്റെ രഹസ്യം? അത് നമ്മുടെ തുടർന്നുള്ള നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ സ്നേഹത്തെക്കുറിച്ചൊക്കെ നമ്മൾ എപ്പിസോഡുകൾ വരും. അപ്പൊ ഈ യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന സ്റ്റാഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു സ്നേഹമാണോ? സ്നേഹം അല്ല. സ്നേഹത്തിനൊരു ഭയങ്കര എഫക്റ്റ് എന്താണ്? ഏറ്റവും ഭയങ്കര എഫക്റ്റ് എന്താണ്? ബബ്ലിംഗ് ലവ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? എന്താണ് അതിന്റെ പ്രത്യേകത? എന്തുവാ? അതിങ്ങനെ നിറഞ്ഞ് തുളുമ്പി ഒഴുകിക്കൊണ്ടിരിക്കും. സ്നേഹം, യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് അത് ഒരു സെൽഫ് എംപ്റ്റിയിങ് ലവ്. അതിങ്ങനെ നിറഞ്ഞു തുളുമ്പി ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പം ദൈവം സ്നേഹമാണ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഈ സ്നേഹത്തിനെ ഇങ്ങനെ മൂടി വെക്കാൻ പറ്റില്ല. അപ്പം ദൈവം അനന്ത സ്നേഹമാണ്, അനന്ത സ്നേഹം, ഇൻഫിനിറ്റ് ലവ്. അപ്പൊ ഈ ഇൻഫിനിറ്റ് ലവ് ഇങ്ങനെ അങ്ങ് നിറഞ്ഞ് തുളുമ്പി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒഴുക്കില് ഇതെവിടെയെങ്കിലും ഒന്ന് എക്സ്പ്രസ് ചെയ്യണം. അതായത് നമുക്ക് മനസ്സിലൂടെ, ഇപ്പൊ അങ്കിതയുടെ മനസ്സിലൂടെ നല്ല ഒരു ചിന്ത, അങ്കിത പടം വരയ്ക്കുന്ന വ്യക്തിയാണെങ്കിൽ നല്ലൊരു ചിന്ത വന്നു, അങ്കിത ഉടനെ എന്നാ ചെയ്യും? പേപ്പർ എടുത്തു അത് വരയ്ക്കും. അത് യു പുട്ട് ഓൾ യുവർ ഇമാജിനേഷൻസ്. അല്ലെങ്കിൽ നല്ലതുപോലെ എഴുതുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചോ, അപ്പൊ നല്ല ചിന്തകൾ വന്നാൽ ഉടനെ എടുത്തിട്ട് അത് മുഴുവനും കുറിച്ചു വെക്കും. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ദ ഗ്രേറ്റസ്റ്റ് ആർക്കിടെക്ട് ഓഫ് ദിസ് വേൾഡ്, ദൈവം തന്നെ, ഈ വലിയ സ്നേഹത്തിന്റെ ഈ ഒഴുക്കില് അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം തൻ്റെ ഈ സ്നേഹത്തിന്റെ ഒരു ഭാഗമായിട്ട് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ഇതാ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നു. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭത്തിൽ ഉൽപ്പത്തി 1:27 നമുക്ക് അവിടെ കാണാവുന്നതാണ്. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും
മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു. അപ്പൊ ഈ ദൈവസ്നേഹത്തിന്റെ ഒരു മുദ്രയാണ് തൻ്റെ ഛായയിലും തൻ്റെ സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ നമ്മളിൽ സ്റ്റാമ്പ് ചെയ്ത് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അപ്പൊ തുടർന്നുള്ള എപ്പിസോഡിൽ അത് നമ്മൾ വീണ്ടും അൺഫോൾഡ് ചെയ്യും. എന്താണിത്, എന്താണ് ഈ ഛായ, എന്താണ് ഈ സ്നേഹം, ഇതൊക്കെ നമ്മൾ പിന്നീട് കാണും. അപ്പൊ ഈ രീതിയിൽ ചിന്തിച്ചാൽ മതി. അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു, നമ്മുടെ ശരീരത്തിലെ കുറിച്ച് നമുക്ക് മനസ്സിലാവുമ്പോൾ നമ്മൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാവും, ദൈവം ആരാണെന്ന് നമുക്ക് മനസ്സിലാവും, ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും, അതുകൂടാതെ നമ്മുടെ ഡെസ്റ്റിനി എന്താണെന്ന് നമുക്ക് മനസ്സിലാകും, ഈ ലോകത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. ചുരുക്കി പറഞ്ഞാൽ ഈ ലോകത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവസ്നേഹം നിറഞ്ഞ് ജീവിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് അദ്ദേഹം പറയുന്നത്, അവർ ബോഡി പോയിന്റ്സ് ടു ദ ഹാർട്ട് ഓഫ് ഗോഡ് ഹു ക്രിയേറ്റഡ് ഇറ്റ്. നമ്മുടെ ശരീരം അതിനെ സൃഷ്ടിച്ച ആ സൃഷ്ടാവായ ദൈവത്തിങ്കിലേക്ക് കൈ ചൂണ്ടുന്നതാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? മൈ ബോഡി മൈ ഫ്രീഡം, അല്ലേ? എനിക്ക് എൻ്റെ ശരീരം എൻ്റെ സ്വന്തമാണ്, എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. ഈ ഒരു ആറ്റിറ്റ്യൂഡിലും കൾച്ചറിലും, അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു മരണ സംസ്കാരത്തിൻ്റെ, അത് സെക്ഷൽ റെവല്യൂഷൻ സംസ്കാരത്തിൻ്റെ, അല്ലെങ്കിൽ ജെൻഡർ ഐഡന്റിറ്റി ക്രൈസിസ് സംസ്കാരത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. കാരണം ശരീരത്തിന് ഒരു പ്രാധാന്യവും കൊടുക്കാതെ, ഒരു സാധാരണ വസ്തുവിൻ്റെ അത്രയും പോലും വില കൊടുക്കാതെ നമ്മുടെ ചുറ്റും, അങ്കിത മെൻഷൻ ചെയ്യുകയുണ്ടായി, ഒരു ചെറിയ ഉദാഹരണം എടുത്തോ, സ്ത്രീകൾക്ക് നേരെയുള്ള ക്രൂരമായ പീഡനങ്ങൾ, ഈ പല റേപ്പ് കേസുകളും നമ്മൾ ന്യൂസ് പേപ്പറിൽ വന്ന് വളരെ റീസെൻ്റ് ആയിട്ട് നമ്മൾ കേട്ടു. നമ്മൾ ഈ വർഷങ്ങളിലെല്ലാം നമ്മൾ പല അവസരങ്ങളിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരു മനുഷ്യ വ്യക്തിയോട്, ഒരു ജീവനുള്ള വ്യക്തിയോട് ചെയ്യാൻ ഒരു മനുഷ്യന് സാധിക്കാത്ത വിധത്തിലുള്ള ക്രൂരമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന മനുഷ്യർ നിറഞ്ഞ, എല്ലാവരെയും ഞാൻ ജനറലൈസ് ചെയ്യുന്നില്ല, അങ്ങനെയുമുള്ള മനുഷ്യരുള്ള ഒരു സംസ്കാരത്തിലാണ്, മരണ സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം എന്താണ്? ഒരു വസ്തുവിനെ പോലും അത്രത്തോളം ബഹുമാനവും അത്രത്തോളം ഒരു മാന്യതയും കൊടുക്കുവാൻ നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കൊടുക്കുവാൻ ഇന്നത്തെ സമൂഹം പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത്, ഈ ലോകത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാവോ? കാരണം നമ്മുടെ ശരീരം വെറും ബയോളജിക്കലായിട്ട് നമ്മൾ അതിനെ അവിടെ അങ്ങ് ഒതുക്കി നിർത്തുക. അപ്പൊ ബയോളജിക്കലായിട്ട് ഒതുക്കി നിർത്തുന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇത് ഒരു ഒബ്ജക്റ്റ് പോലെയാണ്. എനിക്ക് എടുത്ത് എപ്പം വേണമെങ്കിലും ഉപയോഗിക്കാം, എപ്പം വേണമെങ്കിലും എടുത്ത് കളയാം. ദ യൂസ് ആൻഡ് ത്രോ കൾച്ചർ. പക്ഷെ അദ്ദേഹം, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ശരീരത്തിന്റെ ദൈവശാസ്ത്രത്തിൽ അദ്ദേഹം പറയുന്നത്, നമ്മുടെ ശരീരം ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു, അതില് ഉപരിയായി ഇറ്റ് ട്രാൻസെൻസ്. നമ്മുടെ ശരീരം, ഈ കാണുന്ന ഫിസിക്കൽ ശരീരം, ഇറ്റ് ട്രാൻസെൻസ് ആൻഡ് ഗോസ് ടു ദ ലോർഡ്, ആൻഡ് അത് സ്പിരിച്വൽ ആണ്. അപ്പം ബയോളജിക്കൽ ആൻഡ് സ്പിരിച്വൽ ആസ്പെക്ട്, ഇത് രണ്ടും ഉൾപ്പെടുന്ന ശരീരത്തിന് അതിൻ്റെതായ ഡിഗ്നിറ്റി ഉണ്ട്. നമ്മുടെ ശരീരത്തിന്റെ ഡിഗ്നിറ്റിയുടെ ഒരു അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്, വി ആർ ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ്. അപ്പൊ ആ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്സും ഞാൻ പറഞ്ഞു, അതിൻ്റെ ഒരു കാര്യം പറഞ്ഞു, നിറഞ്ഞ് തിളച്ച് തൂകി നിൽക്കുന്ന സ്നേഹം പ്രകടമാക്കാനായിട്ട്, സൃഷ്ടിയുടെ മകുടമായിട്ട്, ദ ക്രൗൺ ഓഫ് ക്രിയേഷൻ, എല്ലാം ഈ ലോകത്തിൽ സൃഷ്ടിച്ചതിന് ശേഷം അവിടെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുകയാണ്, ദൈവം ഒരു പോസ് എടുത്തു, ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. എന്നിട്ട് എല്ലാ സൃഷ്ടിച്ചതിന് ഒരു ചെറിയ പോസ് എടുത്തിട്ട്, അപ്പൊ ദൈവത്തിലേക്ക് തന്നെ, ആ പരിശുദ്ധ ത്രിത്വത്തിലേക്ക് തന്നെ ഒരു സെക്കൻഡ് പോസ് എടുത്തു. നമ്മുടെ ലാംഗ്വേജ് ആണ് കേട്ടോ, ഹ്യൂമൻ ലാംഗ്വേജ് ആണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അടുത്ത നിമിഷം പറയുന്നു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അപ്പൊ ആ സ്നേഹത്തിന്റെ ഒരു റിപ്ലിക്ക ആയിട്ട് ഈ ലോകത്തിലെ ശരീരം നൽകി
നമുക്ക് ആത്മാവ് നൽകി ദൈവം നമ്മളെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ലവ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനും സ്നേഹത്തിൽ ഒന്നായി ജീവിച്ച് അവസാനം ആ വലിയ സ്നേഹത്തില് നമ്മളെ ചെന്നു ചേരാനുമായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലരും ശരീരത്തെ ഇച്ചിരി ഫിലോസഫിക്കലായിട്ട് ചിന്തിക്കുമ്പോഴേ സാക്ക് ഓഫ് മീറ്റ്, എന്റെ ആത്മാവിനെ വഹിക്കുന്ന ഒരു മാംസപിണ്ഡം എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു പോവാറുണ്ട്. പക്ഷെ അതിനേക്കാളും വലിയൊരു അർത്ഥം ശരീരത്തിനുണ്ട് എന്നാണ്. അത് പറഞ്ഞു പോകാറുള്ളതല്ല. നമ്മുടെ ചരിത്രത്തില് ശരിക്കും ഞാൻ ശരീരത്തെ കുറിച്ച് ഞാൻ എപ്പിസോഡ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് ഒരു ചിന്താധാര തന്നെയാണ്. സോക്രട്ടീസിന്റെ കാലം മുതൽ ഈ കാലഘട്ടം വരെ നമുക്ക് അങ്ങനെയുള്ള പല ചിന്തകളും വന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഇതിന്റെ എപ്പിസോഡ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയും നമ്മൾ ചിന്തിക്കുക. ശരീരം അത് ദൈവത്തിങ്കിലേക്ക് വിരൽ ചൂണ്ടാനായിട്ട്, ദൈവം ആരാണ്, നമ്മൾ ആരാണ്, അതുപോലെ തന്നെ നമ്മുടെ ഈ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടോ അതിൻ്റെ എല്ലാം അർത്ഥം എന്താണ്, ഇതിനൊക്കെയായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു അടയാളമാണ്. അതിനേക്കാൾ ഉപരി എനിക്ക് വിശുദ്ധ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ പറഞ്ഞ വേറൊരു കാര്യം ശരീരത്തെക്കുറിച്ച് വളരെ പവർഫുൾ ആണ്. നമ്മുടെ ശരീരം ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്നു. അവർ ബോഡി റിവീൽസ് ഗോഡ്. അപ്പൊ ഇതൊന്ന് ചിന്തിച്ചു നോക്കി. ഇതൊരു വലിയ ഒരു പവർഫുൾ ചിന്തയല്ലേ? എൻ്റെ ശരീരം, അങ്കിതയുടെ ശരീരം, അതുപോലെ നമ്മള് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ എല്ലാവരുടെയും ശരീരം ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ബട്ട് ദാറ്റ് ഈസ് ദ റിയാലിറ്റി. അതാണ് സത്യം. നമ്മുടെ ശരീരം ദൈവത്തെ വെളിപ്പെടുത്തും. സർ, ശരീരം ദൈവത്തെ വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നത് വളരെ മഹത്വമുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ ശരീരത്തിലൂടെ നമ്മൾ പലതും ചെയ്തു കൂട്ടുന്നുണ്ട്, നന്മയായതും തിന്മയായതും ഒക്കെ. ഇപ്പം പലപ്പോഴും കൊലപാതകം ചെയ്യുന്നുണ്ട്, വ്യഭിചാരം ചെയ്യുന്നുണ്ട്, പല പാപങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പം അതിലൂടെ ദൈവം എങ്ങനെയാ സർ വെളിപ്പെടുത്തുന്നത്? തീർച്ചയായിട്ടും അത് നമുക്കൊരു കോൺട്രഡിക്ഷൻ ആയിട്ട് തോന്നും. യഥാർത്ഥത്തില് നമ്മുടെ ശരീരം ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും കളങ്കമില്ലാതെ ദൈവം നമുക്ക് നൽകി. നമ്മളെ ഉൽപ്പത്തിയുടെ ആരംഭം തന്നെ നമ്മൾ നോക്ക്. എന്താ സംഭവിച്ചത്? പാപം ചെയ്യുന്നതിന് മുമ്പ് വരെ അവര് ആ ഒരു എലിവേഷനിലായിരുന്നു. പക്ഷെ പാപം ലോകത്തിലേക്ക് വന്ന് ഇതെല്ലാം ഡിസ്റ്റോർട്ടഡ് ആയിപ്പോയി. ഇപ്പൊ എൻ്റെ ശരീരം സപ്പോസ് ടു റിവീൽ ഗോഡ്, പക്ഷേ എൻ്റെ സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ പാപത്തിന്റെ ഇൻഫ്ലുവൻസിൽ ഞാൻ തെറ്റായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് അതിന് ഉത്തരവാദി ദൈവമല്ല, നമ്മളാണ്. നമ്മള് ദൈവത്തെ പ്രതിഫലിപ്പിക്കേണ്ടതിന് പകരം നമ്മള് നമ്മുടെ ശത്രുവായ സാത്താനെ പ്രതിഫലിപ്പിക്കുന്നു. അപ്പൊ അവിടെയാണ് ക്രിസ്തുവിന്റെ റോള് വരുന്നത്. യേശു ക്രിസ്തു എന്തിനായി ലോകത്തിലേക്ക് വന്നത്? ഈ ഒരു അവസ്ഥയിൽ നിന്നും മനുഷ്യനെ ലിബറേറ്റ് ചെയ്യാനാണ്. ഹി വാണ്ട്സ് ടു. കാരണം ഇത് നമ്മളെ അടിമകളാക്കി വെച്ചിരിക്കുകയാണ്. ഈ ലോകത്തിന്റെ പല തിന്മകൾക്കും, അത് ശാരീരിക സെക്ഷുവൽ സിന്നാകാം, മറ്റുള്ള തിന്മകളാകാം, എല്ലാത്തിനും നമ്മളെ പിടിച്ചു കുരുക്കി ഇങ്ങനെ ചങ്ങലയിട്ട് കെട്ടി മുറുക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് നമുക്ക് നല്ലത് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ശരീരം നാച്ചുറലായിട്ട് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെയാണ് ക്രിസ്തു അവിടുന്ന് നമ്മളെ ഇതിൽ നിന്ന് സ്വതന്ത്രരാക്കാനായിട്ടാണ്. അതുകൊണ്ടാ ദ സാൽവേഷൻ അല്ലെ ലിബറേഷൻ എന്നൊക്കെ പറയുന്നത് ഈ ഒരു സ്വാതന്ത്ര്യം നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ്. അതായത് പാപം മൂലം നമുക്കുണ്ടായ എല്ലാ കേടുപാടുകളെയും തീർത്ത് ആ സ്നേഹത്തില്, ക്രിസ്തുവിന്റെ സ്നേഹം വീണ്ടും നമ്മളിലേക്ക് ഒഴുക്കുന്നു. കാരണം എന്താണ്? നിറഞ്ഞു തുളുമ്പി നിന്ന പരിശുദ്ധ തൃത്വത്തിന്റെ സ്നേഹത്തിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചത്. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി പല കാരണങ്ങളാലെ. അത് വീണ്ടും തന്നുകൊണ്ട് വീണ്ടും ആ സ്നേഹത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നതാണ് രക്ഷ എന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരുപക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് എങ്കിൽ നമ്മൾ നിരാശപ്പെട്ട് മാറുകയല്ല ചെയ്യേണ്ടത്, നമ്മളത് മനസ്സിലാക്കി. അപ്പം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ പല പ്രഭാഷണങ്ങളിലും അദ്ദേഹം
ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. വി ആർ നോട്ട് ദ ബണ്ടിൽ ഓഫ് ഓൾ അവർ വീക്ക്നെസ്സസ്, ഓൾ അവർ സഫറിങ്സ്. വി ആർ നോട്ട് ദ ബണ്ടിൽ. ദാറ്റ് ഈസ് നോട്ട് അവർ ഐഡന്റിറ്റി. അതല്ല നമ്മുടെ ഐഡന്റിറ്റി. നമ്മുടെ ഐഡന്റിറ്റി ഡിസ്റ്റോർട്ട് ചെയ്യപ്പെട്ടതാണത്. നമ്മള് നമ്മുടെ സ്നേഹപിതാവിൻ്റെ വത്സല മക്കളാണ് ഇപ്പോഴും. ആ സത്യം തിരിച്ചറിയാതിരിക്കാനായിട്ട് നമ്മുടെ ബുദ്ധിയെയും മനസ്സിനെയും അന്ധകാരമാക്കുന്ന ഒരു ശത്രുവിന്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കിന് ശത്രുവിനെ പുറന്തള്ളി നമ്മള് ആ ഒരു രക്ഷയുടെ, ലിബറേഷന്റെ ആ യേശുവിന്റെ മുഖത്തേക്ക് നോക്കുന്നതാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത്. ശരിക്കും ശരീരത്തിന്റെ ദൈവശാസ്ത്രം അങ്ങനെയാണ് മനുഷ്യനിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നത്. അത് ഹോളി സ്പിരിറ്റിന്റെ, പരിശുദ്ധാത്മാവിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് യേശു പ്രദാനം ചെയ്യുന്ന ലിബറേഷൻ, നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മളെ കെട്ടി മുറുക്കി വെച്ചിരിക്കുന്നതിൽ നിന്നെല്ലാം വിടുതൽ തരുവാന് നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് പറ്റത്തില്ല. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് യേശു നമുക്ക് പ്രദാനം ചെയ്ത, ഓൾറെഡി നമുക്ക് തന്നു കഴിഞ്ഞു. നമ്മൾ ഇനി ആ ബാങ്കിൽ പോയി അത് എടുത്ത് ആസ്വദിച്ചാൽ മതി. അതിനാണ് നമുക്ക് സഭയും ഉദാശകളും അതുപോലെയുള്ള മറ്റ് എല്ലാ ഭക്തകൃത്യങ്ങളും നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. ഏറ്റവും അധികമായിട്ട് പരിശുദ്ധ കുർബാന, അതുപോലെ മറ്റു കൂദാശകൾ ഒക്കെ നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് അവര് ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് സത്യമല്ല, യാഥാർത്ഥ്യമല്ല എന്ന്. അതുകൊണ്ട് നിങ്ങൾ ഒരു പക്ഷേ ഈ ശരീരത്തിന്റെ ദൈവശാസ്ത്രം പഠിച്ചതിന് ശേഷം, അല്ലെ ഇത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ ശരീരം ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശരീരം ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കി കഴിഞ്ഞ് എല്ലാ വ്യക്തികൾക്കും അതിൻ്റെതായ ഒരു മാന്യതയും ഡിഗ്നിറ്റിയും കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ശരീരത്തിന്റെ ദൈവശാസ്ത്രത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ആദ്യം എനിക്കൊരു ഡിഗ്നിറ്റി ഉണ്ട്. ഐ ആം നോട്ട് ദ ബണ്ടിൽ ഓഫ് ഓൾ മൈ വീക്ക്നെസ്സസ്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നു, പോണോഗ്രഫിക്ക് അടിമപ്പെട്ട ഒരു വ്യക്തി ചിന്തിക്കുന്നു, എൻ്റെ ഐഡന്റിറ്റി ഇതാ, അല്ലെങ്കിൽ എനിക്ക് യാതൊരു ഐഡന്റിറ്റി ഇല്ല, മൈ ലൈഫ് ഈസ് യൂസ്ലെസ്. ഇതൊന്നുമല്ല നമ്മുടെ ഐഡന്റിറ്റി. അപ്പം നമ്മുടെ ഇത് സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കാൻ അത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. അതുകൊണ്ട് നമ്മൾ വേറൊരു വ്യക്തി, ഇനി പാപം ചെയ്ത് തിന്മ ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ പോലും നമ്മുടെ ഉള്ളില് നമുക്ക് വെറുപ്പ് വന്നു കഴിഞ്ഞാൽ ആ വെറുപ്പ് നമ്മൾ ദൈവത്തെങ്കിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ആ വ്യക്തിക്ക് വേണ്ടി. നമ്മുടെ അനുദിന ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിലാകാം, പരസ്പര സ്നേഹം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ പറ്റാത്തതിന്റെ കാരണം ഈ ചിന്തയായിരിക്കാം. അപ്പൊ ഈ ഒരു ഡിഗ്നിറ്റി എൻ്റെ ആ അടുത്ത ആളിന്, ഭാര്യയ്ക്കാകാം, ഭർത്താവിനാകാം, കുഞ്ഞുങ്ങൾക്കാകാം, അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവർക്കാകാം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ ശരിക്കും എല്ലാ വ്യക്തികളെയും ബഹുമാനിക്കുവാനും, ചുരുക്കി പറഞ്ഞാൽ എവറി പേഴ്സൺ ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ആഴമായിട്ട് കടന്നു വരും. അപ്പൊ അവിടെയാണ് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും സമൂഹത്തെ നമുക്ക് സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒക്കെ പറ്റുക. മനസ്സിലായി സർ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ഡിഗ്നിറ്റിയും നമ്മുടെ ഒരു ഐഡന്റിറ്റിയും ഒക്കെ റീക്ലെയിം ചെയ്യാനുള്ള ഒരു അവസരമാണ്. എക്സാക്ട് വേർഡ്. അതിന് നമുക്ക് ഒത്തിരി കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ്സ് ഓൾറെഡി ദേർ, ഇറ്റ് ഈസ് ദേർ. നമ്മളൊന്ന് തിരിഞ്ഞാൽ മാത്രം മതി. എനിക്ക് തെറ്റ് പറ്റിപ്പോയി, ടേക്ക് കൺട്രോൾ ഓഫ് മീ. പരിശുദ്ധാത്മാവിനോട് ഇത്രയും മാത്രം പറഞ്ഞാൽ മതി. ഞാൻ ഈ ധ്യാനങ്ങളിലൊക്കെ ഈ പല അഡിക്ഷനിലും അടിമപ്പെട്ടു വരുന്ന വ്യക്തികൾക്ക് കൂടുതൽ വലിയ മാജിക് ഒന്നും പറയേണ്ട കാര്യമില്ല. ഇത്രയും മാത്രം പറയും. ഒന്ന് തുറന്നു വെക്കുക, ഹൃദയം തുറന്നു വെച്ചിട്ട് അങ്ങോട്ട് കൈ ഒന്ന് ഉയർത്തിയിട്ട് പറയുക പരിശുദ്ധാത്മാവിനോട്. കാരണം യേശു കൊണ്ടുവന്ന രക്ഷ ഇന്ന് ഈ ലോകത്തില്, സഭയില്, ലോകത്തില് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നത് യേശുവിന്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ്. അപ്പൊ ആ ആത്മാവിന് കരങ്ങൾ വെച്ച് കൊടുത്തുകൊണ്ട് പറയുക, ടേക്ക് കൺട്രോൾ ഓഫ് മീ, ടേക്ക് കൺട്രോൾ ഓഫ് മീ. ബാക്കിയെല്ലാം അതിൻ്റെ പുറകെ ഈ പരിശുദ്ധാത്മാവ് തന്നെ രൂപപ്പെടുത്തും. കാരണം ഉൽപ്പത്തിയുടെ ബിഗിനിങ്ങിൽ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ. എന്താ നമ്മളവിടെ കാണുന്നത്? ഭൂമി ക്രമരഹിതമായിരുന്നു, ഭയങ്കര ഡിസോർഡർ ആയിരുന്നു എല്ലായിടവും. നമ്മുടെ ജീവിതത്തിലൊക്കെ ഈ ഡിസോർഡർ ആവുള്ളത്. അവിടെയെല്ലാം എന്താണ്? പരിശുദ്ധാത്മാവ് ചലിച്ചുകൊണ്ട് അവിടെയെല്ലാം ഒരു ഓർഡർ വരുത്തി.
നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ഡിസോർഡർ ആയിരിക്കുന്ന ഒരവസ്ഥയിൽ തീർച്ചയായിട്ടും ഒന്ന് വിളിച്ചാൽ മതി, ഒന്ന് പറഞ്ഞാൽ മതി. നമ്മൾ വലിയ പുണ്യമുള്ളവരാകണമെന്നില്ല. ഇതാ അവിടുന്ന് വന്ന് അതൊന്ന് തുറന്നു കൊടുത്താൽ മതി. ഞാനിതാ വാതിക്കൽ മുട്ടുന്നു, ഒന്ന് തുറന്നു തരിക, അത്രയും മാത്രം ചെയ്താൽ മതി. The rest he will take control of it. താങ്ക് യു സോ മച്ച് സർ. എനിക്ക് തോന്നുന്നു 1970-കളില് US-ലെ സമ്മർ ഓഫ് ലവ് എന്നാണ് പറയുന്നത്. സെക്ഷൽ റെവല്യൂഷന്റെ ഒരു പീക്കിന്റെ ഒരു സമയമായിരുന്നു. അപ്പോഴാണ് ജോൺ പോൾ സെക്കൻഡ്, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തിയോളജി ഓഫ് ദ ബോഡി ലോകത്തിന് നൽകുന്നത്. ഇപ്പോ 40 വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മൾ കേരളത്തിൽ അതിനെക്കുറിച്ച് പഠിക്കുകയാണ്. അത് നമ്മൾ കൊടുക്കാൻ നോക്കുകയാണ് നമ്മുടെ യുവതീ യുവാക്കന്മാർക്ക് വേണ്ടിയിട്ട്. അതായത് സമയത്തിന്റെ കാലത്തിന്റെ തികവില് നമുക്ക് ആവശ്യമുള്ളത് ശരിക്കും പരിശുദ്ധാത്മാവ് പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പം തികച്ചും ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു വെഞ്ചർ തന്നെയാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും. കാരണം ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു യേശുക്രിസ്തു കഴിഞ്ഞാൽ ഒരു വലിയ വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത്, ഇന്ന് സഭയുടെ ആരംഭം മുതൽ ഇതുവരെ സഭയില് ഏതൊക്കെ മാർപ്പാപ്പമാര് ഏതെല്ലാം രൂപത്തില് വിവാഹത്തെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും സെക്ഷുവാലിറ്റിയെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ അതിന്റെ 2/3 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് വർഷങ്ങളുടെ പഠനങ്ങളാണ് നമ്മൾ ഇനി മുന്നോട്ട് നടത്താൻ പോകുന്നത്. അപ്പം ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ സർഫസ് പോലും സ്ക്രാച്ച് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാം. അപ്പൊ കൂടുതൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. ശരിക്കും നമ്മുടെ സമൂഹത്തിനും കൾച്ചറിനും അത്യാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ പഠിക്കാൻ പോകുന്നത്. അതിനു മുൻപ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഇമെയിൽ ID-യിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡിൽ സ്നേഹത്തെക്കുറിച്ചും നമ്മുടെ ശരീരത്തെക്കുറിച്ചും ശരീരത്തിന്റെ ദൈവശാസ്ത്രത്തെക്കുറിച്ചും ഒക്കെ കൂടുതൽ പഠിക്കാനും പറയുവാനുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.